നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും ലോക ശ്രദ്ധ നേടുകയാണ്. എന്താണ് കാര്യമെന്നല്ലേ പറഞ്ഞു തരാം. 2028 ആദ്യ മൊഡ്യൂളായ BAS-1 വിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BAS എന്ന പേരിൽ ഒരു ബഹിരാകാശ നിലയത്തിനായുള്ള ഇന്ത്യയുടെ അഭിലാഷ പദ്ധതികൾ രൂപപ്പെട്ടു വരികയാണ്. ഈ പ്രാരംഭ മൊഡ്യൂളിന് ഏകദേശം 52 ടൺ ഭാരമുണ്ടാകും. കൂടാതെ മൈക്രോഗ്രാവിറ്റിയിൽ ദീർഘനേരം താമസിക്കാൻ സഹായിക്കുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങളും ക്രൂ ക്വാർട്ടേഴ്സുകളും ഉൾപ്പെടെയുള്ള ആവശ്യ സാങ്കേതിക വിദ്യകൾക്കായുള്ള ഒരു പരീക്ഷണ കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുമെന്നതാണ്. ആദ്യ മൊഡ്യൂൾ തുടക്കത്തിൽ ക്രൂവിൽ നിന്ന് പുറത്തായിരിക്കുമെങ്കിലും വിജയകരമായ പരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഭാവിയിലെ ക്രൂ ദൗത്യങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2035 5 മൊഡ്യൂളുകളുള്ള പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുക എന്നതാണ് മൊത്തത്തിലുള്ള ലക്ഷ്യം. അതിലൊരു ബേസ്, കോർ, സയൻസ് ലാബ്, ഒരു പൊതുപ്രവർത്തന മൊഡ്യൂൾ എന്നിവ ഉൾപ്പെടും. BASന്റെ വികസനം ഘട്ടം ഘട്ടമായി നടക്കും. അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിവിധ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 4 മുൻഗാമി ദൗത്യങ്ങളുടെ പിന്തുണയോടെയാകും ഇത് സാധ്യമാക്കിയെടുക്കുക. ഈ ദൗത്യങ്ങളിൽ ഒന്ന് സ്പേസ് ഡോക്കിംഗ് കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നതാണ്. ഇൻ്റർനാഷണൽ ഡോക്കിംഗ് സിസ്റ്റം സ്റ്റാൻഡേർഡ്സ് IDSS ഉപയോഗിച്ച് നിലവിലുള്ള ബഹിരാകാശ നിലയങ്ങളുമായി സംയോജിപ്പിക്കുന്നതിന് ഇത് വളരെ പ്രധാനമായ ഒന്നാണ്. അന്താരാഷ്ട്ര പങ്കാളികളിൽ നിന്ന് ചില ഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കാൻ ISRO പദ്ധതിയിടുമ്പോൾ ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഒരു തദ്ദേശീയ സംവിധാനവും അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ബഹിരാകാശ യാത്രയിലും ശാസ്ത്ര ഗവേഷണത്തിലും ഇന്ത്യയുടെ വിശാലമായ ലക്ഷ്യങ്ങളുമായി ഈ സംരംഭം യോജിക്കുന്നു. മനുഷ്യ ആരോഗ്യം, ഭൗതിക ശാസ്ത്രം, ബഹിരാകാശ ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിലേക്കുള്ള സംഭാവനകൾ വർദ്ധിപ്പിക്കുന്നു എന്നതും മനസ്സിലാക്കുന്നു. ഈ സാങ്കേതിക വിദ്യകൾ കൂടുതൽ പരീക്ഷിക്കുന്നതിനായി ആസൂത്രിതമായ ക്രൂ ദൗത്യങ്ങൾ ഉൾപ്പെടുന്ന ഗഗൻയാൻ പ്രോഗ്രാം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പദ്ധതിയുടെ മുന്നോടിയായി പ്രവർത്തിക്കുന്നു എന്നതാണ്. ഗണ്യമായ നിക്ഷേപങ്ങളും ISRO ഉദ്യോഗസ്ഥർ രൂപപ്പെടുത്തിയ വ്യക്തമായ ഒരു റോഡ് മാപ്പും ഉപയോഗിച്ച് താഴ്ന്ന ഭ്രമണപഥത്തിൽ ഒരു ബഹിരാകാശ നിലയം പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ സ്ഥാനം പിടിക്കുകയാണ് ഇതോടെ. എന്തായാലും ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ കേട്ടിരിക്കാവുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.